ജമാഅത്തെ ഇസ്ലാമി തൃശ്ശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ സാഹിബ്, ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി മലപ്പുറം ജില്ലാ സമിതി അംഗം സലീം മമ്പാട് സാഹിബ്, വേദിയിലുള്ള മറ്റു സമാദരണീയ വ്യക്തിത്വങ്ങളെ, ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പ്രപഞ്ചനാഥൻ്റെ കരുണാകടാക്ഷങ്ങൾ നാം ഇവരിലും സദാ വർഷിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇവിടെ ഒരുമിച്ചുകൂടിയ എൻ്റെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ജമാഅത്തെ ഇസ്ലാമി കേരള ഘടകത്തിൻ്റെ അഭിവാദ്യങ്ങളും ആശംസകളും ആദ്യമായി അർപ്പിക്കുകയാണ്. കേരളത്തിൻ്റെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് പറയാനുള്ളത് തുറന്നു പറയുക എന്നതാണ് ഈ ഒരു പരിപാടിയിലൂടെ ജമാഅത്തെ ഇസ്ലാമി ഉദ്ദേശിക്കുന്നത്. കേരളത്തിൻ്റെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ വിശദീകരണം ആവശ്യമില്ലാതെ തന്നെ അത് നമുക്ക് വളരെ വ്യക്തമാണ്. ഇന്ന് കേരളത്തിൻ്റെ നിയമസഭക്കകത്ത് പോലും ഏറ്റവും വലിയ ചർച്ചാ വിഷയം ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചാണ്. ജമാഅത്തെ ഇസ്ലാമി ഇവിടുത്തെ ഭരണകക്ഷിയോ അല്ലെങ്കിൽ പ്രതിപക്ഷത്ത് നിലനിൽക്കുന്ന പാർട്ടിയോ ഒന്നുമല്ല. പക്ഷേ നിയമസഭക്കകത്തും പുറത്തും പേജുകളിലും സ്റ്റേജുകളിലുമെല്ലാം ഏറ്റവും കൂടുതൽ ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഈ സംഘടന കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നത് സത്യത്തിൽ വളരെ കൗതുകമുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇന്നതൊരു യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള വസ്തുത. ജമാഅത്തെ ഇസ്ലാമി ചർച്ച ചെയ്യപ്പെടാനുള്ള ഈ പശ്ചാത്തലം കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ ഒട്ടും ഗുണകരമായ മാറ്റമല്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ നാടിൻ്റെ സാമൂഹിക സാഹചര്യത്തിൽ വലിയ അപകടങ്ങൾ ഉണ്ടാക്കുന്ന, വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങളാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടുത്ത കാലം വരെയും ഫാസിസം, മാർക്സിസം എന്ന് പറയുന്ന രണ്ട് ദ്വന്ദ്ങ്ങൾ, ഒരു നിലക്കും ചേർത്ത് വെക്കാൻ പാടില്ലാത്ത, പരസ്പര വിരുദ്ധമായ, മോരും മുതിരയും പോലെ വേറിട്ട് നിൽക്കുന്ന രണ്ടെണ്ണമാണ് എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിരുന്നത്. പക്ഷെ ഇന്ന് ഫാസിസവും മാർക്സിസവും മോരും മുതിരയുമല്ല, അത് പൊറാട്ടയും ബീഫുമാണ് എന്ന് പറയാൻ പറ്റുമാറ് പൊറാട്ട ഏതാണ് ബീഫ് ഏതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം രണ്ടും കൂടി കുഴച്ച് ഒന്നായി കഴിഞ്ഞ ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ചേലക്കരയിലും പാലക്കാട് നിയോജക മണ്ഡലത്തിലും അതിൻ്റെ കൂടെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നത്. ആ ഉപതെരഞ്ഞെടുപ്പുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട തെരഞ്ഞെടുപ്പ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പായിരുന്നു. കേരളത്തിൽ മാത്രമല്ല,
ഇന്ത്യ രാജ്യം കേട്ടിടൂ ജനങ്ങളെ, മാനവ കുലങ്ങളെ, ഏകനായകന്റെ നാദം നമ്മൾ കാത്തിടൂ. മാനവർക്ക് പാതയായി മണ്ണിൽ വന്ന ധാരയായി മഹിമയാർന്ന സത്യമാർഗം നീയും പുൽകിടൂ. കേട്ടിടൂ ജനങ്ങളെ, മാനവ